അസ്സലാമു അലൈക്കും. ട്രെയിനർ ശിഹാബ് തങ്ങളാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ നിങ്ങളുടെ കൺട്രോളിലാക്കാൻ പറ്റും. ഏതൊക്കെയാണ് ഈ രണ്ട് കാര്യങ്ങൾ? ഒന്നാമത്തേത് നമ്മുടെയൊക്കെ ഇമോഷൻസാണ്, വികാരങ്ങൾ. രണ്ടാമത്തെ കാര്യം മീനിങ്സ് ആണ്, എന്ന് പറഞ്ഞാൽ അർത്ഥങ്ങൾ. എന്താണ് ഇമോഷൻസ് ആൻഡ് മീനിങ്സ്? യഥാർത്ഥത്തിൽ ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ അത് നമ്മളാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇമോഷനാണ്. ഞാൻ എൻ്റെ ഇമോഷനാണ്. ഒന്നുകൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ, ആങ്സൈറ്റി, ഡിപ്രഷൻ, ഫിയർ, ആങ്കർ ഇഷ്യൂ, വെറി ചെയ്യുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഇമോഷൻ എന്ന് പറയാറുള്ളത്. ഇപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഏതെങ്കിലും ഒരാൾക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ചെറിയ കാര്യങ്ങൾക്ക് ടെൻഷൻ അടിക്കുന്ന ആളുകൾ, ചെറിയ കാര്യങ്ങൾക്ക് സങ്കടപ്പെടുന്ന ആളുകൾ, ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ പേടിച്ചോടുന്ന ആളുകൾ, ഡിപ്രഷൻ അടിക്കുന്ന ആളുകൾ, ആങ്സൈറ്റി ഉള്ള ആളുകൾ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിടുന്നുവെങ്കിൽ ഇമോഷണലി നിങ്ങൾ വീക്കാണ് എന്നതാണ് എൻ്റെ അർത്ഥം. ഒരു വ്യക്തിക്ക് ഓരോ മനുഷ്യനും ഓരോ ഇമോഷൻ പാറ്റേണുകളുണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഒരു ഇമോഷൻ പാറ്റേൺ ഉണ്ട് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഏത് ഇമോഷനുകളിലൂടെയാണ് കടന്നു പോകുന്നത്, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇന്ന് ഏതൊക്കെ ഇമോഷനുകളാണ് നിങ്ങളിൽ ഉണ്ടായത്, ഓൾമോസ്റ്റ് അതേ ഇമോഷൻ തന്നെയാണ് നാളെയും മറ്റന്നാളും അടുത്ത മാസവും അടുത്ത വർഷവും എല്ലാം സംഭവിക്കാൻ പോകുന്നത്. മേൽ പറഞ്ഞ ഇമോഷനുകളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഇമോഷനുകളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുക? അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും നേടിയെടുക്കാനോ അങ്ങോട്ട് സഞ്ചരിക്കാൻ പോലും നമുക്ക് സാധ്യമല്ല. കാരണം എന്താ? പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പേടിക്കുകയാണ്, ചെറിയ കാര്യങ്ങളിൽ സങ്കടപ്പെടുകയാണ്, ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ചിട്ടും അത് ആലോചിച്ച് കരഞ്ഞു പോകുന്ന ആളുകളാണ്. ഇത്തരത്തിൽ ഇമോഷണലി വീക്കായ ആളുകൾക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി ലൈഫ് നമുക്കൊരിക്കലും നേടിയെടുക്കാൻ പറ്റില്ല. അത് നമ്മൾ ഇംപ്രൂവ് ചെയ്യണം. വരും ദിവസങ്ങളിലെ ക്ലാസ്സുകളിൽ നമ്മളത് പഠിപ്പിക്കും. രണ്ടാമത്തെ കാര്യം മീനിങ്സ് ആണ്, അർത്ഥങ്ങൾ. എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളിലുമുള്ള കാര്യങ്ങളെ ഏത് വീക്ഷണകോണിലൂടെയാണ് നോക്കിക്കാണുന്നത്, എന്ത് അർത്ഥമാണ് നമ്മുടെ ചുറ്റുപാടുകൾക്ക് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ ചുറ്റുപാടുകളിൽ മില്യൺ കണക്കിന് പോസിറ്റീവായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ എന്താ ചെയ്യുന്നത്? സെർട്ടൈൻ ആയിട്ടുള്ള പ്രത്യേകമായ നെഗറ്റീവായ കാര്യങ്ങളെ മാത്രം, നെഗറ്റീവിനെ കുറിച്ച് മാത്രം ചിന്തിച്ച് നെഗറ്റീവായ കാര്യങ്ങളിൽ മാത്രം നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പോസിറ്റീവായ മില്യൺ കണക്കിന് കാര്യങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ നെഗറ്റീവായ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ഡിപ്രഷൻ അടിച്ച് പോകുന്ന ഒരു വലിയൊരു വിഭാഗം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇതിന് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഫോക്കസ് നമ്മൾ ചേഞ്ച് ചെയ്യണം. നമ്മളിലുള്ള പോസിറ്റീവായ കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മുടെ ഉമ്മ, നമ്മുടെ ഫാമിലി, നമ്മുടെ മക്കൾ, ഭാര്യ, കൂട്ടുകാർ, സുഹൃത്തുക്കൾ, അയൽവാസികൾ, അധ്യാപകർ, നമ്മളെ സഹായിച്ച ആളുകൾ, ഇവരെല്ലാവരും യഥാർത്ഥത്തിൽ വളരെ നല്ല വ്യക്തികളാണല്ലോ. പക്ഷേ ആ വ്യക്തികളിൽ നിന്ന് നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല. കാരണം അവർക്ക് നമ്മൾ ഒരു നല്ല മീനിങ് നമ്മൾ കൊടുത്തിട്ടില്ല. എൻ്റെ ഉമ്മയാണ്, എനിക്ക് ജന്മം തന്ന ഉമ്മയാണ്, ആ ഉമ്മയെ നന്നായി ഞാൻ സ്നേഹിക്കണം. എൻ്റെ ഉപ്പയാണ് ഞാൻ ജനിക്കാനുള്ള കാരണം. ഞാൻ ഉപ്പ ദേഷ്യപ്പെടുന്ന ആളായിക്കട്ടെ, ഒരുപാട് അടിക്കുന്ന ആളാവട്ടെ, വാട്ടെവർ, എന്നിരുന്നാലും അതെൻ്റെ ഉപ്പയാണ്. എൻ്റെ ഉപ്പാക്ക് ഞാനൊരു അർത്ഥം കൊടുത്തേ മതിയാവും. ആ ഉപ്പയെ സ്നേഹിക്കണം. നമ്മളെ കൂട്ടുകാർ ഒരുപക്ഷെ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടാകും, പക്ഷേ
ആ വേദനിപ്പിച്ച കൂട്ടുകാരനും നിങ്ങൾക്കൊരു വേദന വന്നാൽ സഹായിക്കാൻ ആ കൂട്ടുകാരനെ കാണും. ആ കൂട്ടുകാരന് നല്ല അർത്ഥം നമ്മൾ കൊടുക്കണം. അയൽവാസികളെ, സുഹൃത്തുക്കളെ, ഇവനൊരു പൂച്ചയാകട്ടെ, നായയാവട്ടെ, എല്ലാത്തിനും നമ്മൾ നല്ല അർത്ഥം, നമ്മൾ മീനിങ് കൊടുക്കാൻ റെഡിയാണെങ്കിൽ ആ കാര്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് പോസിറ്റീവായ ഇമോഷൻ കിട്ടിത്തുടങ്ങും. നമ്മളെ ഒരു തെറ്റി നിൽക്കുന്ന സുഹൃത്തിന് നല്ല മീനിങ് കൊടുത്ത്, തെറ്റിയാലും അവൻ നല്ല വ്യക്തിയാണ്, അവൻ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, അന്നിലേക്ക് അവന് നല്ല മീനിങ് കൊടുത്ത് അവനോട് മിണ്ടാനും ആ സുഹൃത്ത് ബന്ധം പുലർത്താൻ നിങ്ങൾ വീണ്ടും ഇനിഷ്യേറ്റീവ് എടുക്കുകയാണെങ്കിൽ ആ സുഹൃത്തിൽ നിന്ന് നിങ്ങൾക്ക് പോസിറ്റീവായ ഇമോഷൻ ലഭിക്കും. സുഹൃത്തുക്കളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ പോസിറ്റീവായ മീനിങ് കൊടുക്കുമ്പോൾ പോസിറ്റീവായ ഇമോഷൻ ലഭിക്കുന്നു. ആ ഇമോഷൻ നമ്മളെ നല്ല പോസിറ്റീവായ ആക്ഷൻ എടുക്കാൻ സഹായിക്കുന്നു. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നമ്മുടെ ചുറ്റുപാടുകൾക്ക് നമ്മൾ പോസിറ്റീവായ മീനിങ് കൊടുക്കുക.